Hello students, welcome back to Plus 2 Economics online classroom. Introduction to Microeconomics. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിനൊരാമുഖം എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രീവിയസ് ക്ലാസ്സിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് 5 മാർക്കിനുള്ള ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും ആ ക്ലാസ് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ 8 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള 8 മാർക്കിനുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, 8 മാർക്കിനുള്ള ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. സപ്പോസ് എ country uses its entire resources to provide educational and health facilities required for the people. ഒരു രാജ്യം അതിൻ്റെ മുഴുവൻ വിഭവങ്ങളും ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമായി വിനിയോഗിക്കുന്നു എന്ന് കരുതുക. ഫുൾ സ്റ്റോപ്പ്. Given the resources, the country can provide various combinations of number of schools and hospitals as shown in the table below. വിഭവങ്ങൾ മാറ്റമില്ലാതിരിക്കുമ്പോഴുള്ള സ്കൂളുകളുടെയും ആശുപത്രികളുടെയും എണ്ണം, അവരുടെ വിവിധ കോമ്പിനേഷനുകൾ താഴെ പട്ടിക രൂപത്തിൽ കൊടുത്തിരിക്കുന്നു. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ, ഉൽപാദന സാധ്യതാ പട്ടികയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് കാണാവുന്നതാണ്. 3 കോളങ്ങളാണുള്ളത്. ഒന്നാമത്തെ കോളം കോമ്പിനേഷൻസ്, രണ്ടാമത്തെ കോളം നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ്, മൂന്നാമത്തെ കോളം നമ്പർ ഓഫ് സ്കൂൾസ്. ഓക്കെ, ഹോസ്പിറ്റലുകളുടെ എണ്ണവും സ്കൂളുകളുടെ എണ്ണവും. ഹോസ്പിറ്റലുകളുടെ എണ്ണം ഇതാണ് ഗുഡ് 1, സാധനം 1. ഓക്കെ, നമ്പർ ഓഫ് സ്കൂൾസ്, സ്കൂളുകളുടെ എണ്ണം ഇതാണ് ഗുഡ് 2, സാധനം 2. ഓക്കെ, ഇവിടെ എ ബി സി ഡി ഇ 5 കോമ്പിനേഷനുകളാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ പ്രൊഡക്ഷൻ പോസിബിലിറ്റികളിലും ഉള്ള കോമ്പിനേഷനുകൾ, നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ് ആൻഡ് നമ്പർ ഓഫ് സ്കൂൾസ്, ഇവ രണ്ടിൻ്റെയും വ്യത്യസ്ത കോമ്പിനേഷനുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലെ സബ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സബ് ക്വസ്റ്റ്യൻ എ, ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ PPC ആൻഡ് റെപ്രസെന്റ് ദി അബവ് ഷെഡ്യൂൾ ഓൺ എ ഡയഗ്രാം. PPC എന്താണെന്ന് നിർവചിക്കുക. അതുപോലെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഉൽപാദന സാധ്യതാ പട്ടികയ്ക്കനുസരിച്ച് ഉൽപാദന സാധ്യതാ വക്രം, മുകളിൽ തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ, അതുപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കാനാണ് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഓക്കെ, സബ് ക്വസ്റ്റ്യൻ ബി, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, സപ്പോസ് ദി കൺട്രി ഹാസ് ഓൾറെഡി അറ്റൈൻഡ് നിയർ ടോട്ടൽ ലിറ്ററസി. ഫുൾ സ്റ്റോപ്പ്. ഇഫ് സോ, വിൽ ദി കൺട്രി പ്രിഫർ പോയിന്റ്സ് ഓൺ അപ്പർ പോർഷൻ ഓഫ് PPC ഓർ പോയിന്റ്സ് ഓൺ ദി ലോവർ പോർഷൻ ഓഫ് PPC? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. രാജ്യം സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് അരികിലാണെന്ന് കരുതുക. ഫുൾ സ്റ്റോപ്പ്. അങ്ങനെയെങ്കിൽ രാജ്യം മുൻഗണന നൽകുന്നത് PPCയുടെ മുകൾ ഭാഗത്തിനാണോ അതോ താഴ്ഭാഗത്തിനാണോ? ഉത്തരം സാധൂകരിക്കുക. ഓക്കെ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു രാജ്യം കംപ്ലീറ്റ് ലിറ്ററസി അറ്റൈൻ ചെയ്തു, സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു എന്ന് കരുതുക. ജസ്റ്റ് അസ്യൂം ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഏത് ഭാഗത്തിനായിരിക്കും മുൻഗണന കൊടുക്കുന്നത്? അതായത് ഏത് കോമ്പിനേഷൻ? ഇവിടെ എ ബി സി ഡി ആൻഡ് ഇ 5 കോമ്പിനേഷനുകളാണ് ഉള്ളത്. ഇതിൽ ഏത് കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ ചൂസ് ചെയ്യുക? അതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ സി, മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ സി നോക്കിക്കോളൂ. വിച്ച് മെക്കാനിസം വിൽ യു advised to utilize the resources to provide more health facilities, planning or market?
ഗിവ് റീസൺസ്. ആരോഗ്യ മേഖലയിലേക്കുള്ള വിഭവ വിനിയോഗത്തിന് ഏത് സംവിധാനമായിരിക്കും ഉപയോഗിക്കുന്നത്? പ്ലാനിങ്ങോ കമ്പോളമോ? ഓക്കെ, ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ആൻസർ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡിഫൈൻ PPC ആൻഡ് റെപ്രസെന്റ് ദി എബവ് ഷെഡ്യൂൾ ഓൺ എ ഡയഗ്രം. PPC എന്താണെന്ന് നിർവചിക്കുക. അതുപോലെ മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ, ഉൽപാദന സാധ്യത പട്ടികയിൽ നിന്ന് PPC വരയ്ക്കുക. ഈ ഷെഡ്യൂളിന് അനുസരിച്ച് PPC വരയ്ക്കാനാണ് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഓക്കെ, PPC എന്താണ് നമുക്കറിയാം. ഇറ്റ് ഈസ് ദി ലോക്കസ് ഓഫ് ഓൾ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് ഓർ ടു commodities that the economy can produce by using fuller and effective utilization of available resources and technology. ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും പൂർണ്ണമായും കാര്യക്ഷമമായും ഉപയോഗിച്ചുകൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന രണ്ട് സാധനങ്ങളുടെ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളുടെ വിവിധ സംയോഗങ്ങൾ അല്ലെങ്കിൽ കോമ്പിനേഷനുകളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന വക്രമാണ് ഉൽപാദന സാധ്യത വക്രം. അത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? മുകളിൽ തന്നിട്ടുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂള്, ഉൽപാദന സാധ്യത പട്ടിക, അതിൽ നിന്ന് PPC വരയ്ക്കുക. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണാം. എക്സ് ആക്സിസിൽ എന്താണ് റെപ്രസെന്റ് ചെയ്യുക? ഗുഡ് 1 ആണ്, സാധനം 1 ആണ്. ഇവിടെ ഗുഡ് 1 ഏതാണ്? നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ് ആണ്, അല്ലേ? ഹോസ്പിറ്റലുകളുടെ എണ്ണമാണ്. ഗുഡ് 2 സാധനം 2 ഏതാണ്? നമ്പർ ഓഫ് സ്കൂൾസ്, സ്കൂളുകളുടെ എണ്ണമാണ്. അതായത് വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹോസ്പിറ്റലുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്കൂളുകളും ഉണ്ടാക്കുവാണ്. ഇതാണ് 2 ഗുഡ്സ്. ഓക്കെ ആണല്ലോ? അസ്യൂം ചെയ്തു. എപ്പോഴും PPC വരച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഓരോ കോമ്പിനേഷനും അതിൽ മാർക്ക് ചെയ്തിരിക്കണം. A, B, C, D ആൻഡ് E 5 കോമ്പിനേഷനുകളാണ് ഉള്ളത്. ഈ 5 കോമ്പിനേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് വരച്ചിട്ടുള്ളതാണ് ഈ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ക്ലിയർ ആണല്ലോ? ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു രാജ്യം കംപ്ലീറ്റ് ലിറ്ററസി അറ്റൈൻ ചെയ്തു, സമ്പൂർണ്ണ സാക്ഷരത നേടിയെന്ന് കരുതുക, അസ്യൂം ചെയ്യുക. അങ്ങനെയെങ്കിൽ മുകളിൽ തന്നിട്ടുള്ള ഈ PPC കർവ് ഇതിന്റെ മുകൾ ഭാഗമാണോ അതോ താഴ്ഭാഗമാണോ അല്ലെങ്കിൽ അപ്പർ പോർഷൻ ആണോ ലോവർ പോർഷൻ ആണോ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇക്കണോമി ചൂസ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു രാജ്യം ഈ 5 പ്രൊഡക്ഷൻ പോസിബിലിറ്റീസിൽ ഏതിനായിരിക്കും മുൻഗണന കൊടുക്കുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്നത്? അതാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ളത്, സിംപ്ലി. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണല്ലോ? രാജ്യത്ത് കംപ്ലീറ്റ് ലിറ്ററസി ഉണ്ടായി, സമ്പൂർണ്ണ സാക്ഷരത നേടി എന്ന് വെച്ചാൽ ഇനി ഇക്കണോമിയിലെ റിസോഴ്സസ്, വിഭവങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി, അല്ലേ? എന്തുകൊണ്ടാണ്? കാരണം രാജ്യത്ത് സമ്പൂർണ്ണ സാക്ഷരത, കംപ്ലീറ്റ് ലിറ്ററസി ഉണ്ടായി. ഇനി കൂടുതൽ വിഭവങ്ങൾ അതിനു വേണ്ടിയിട്ട്, അതായത് വിദ്യാഭ്യാസ മേഖലയിലേക്ക് ചെലവഴിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇനി കൂടുതലായിട്ട് റിസോഴ്സസ്, വിഭവങ്ങൾ ചെലവഴിക്കേണ്ടത് ഏതിനായിരിക്കും? ഹോസ്പിറ്റലുകൾക്കായിരിക്കും, അല്ലെ? ആരോഗ്യ മേഖലയിലേക്കായിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ ഒരു രാജ്യം ഈ 5 കോമ്പിനേഷനുകളിൽ ഏത് കോമ്പിനേഷനെ ആയിരിക്കും ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുക, മുൻഗണന കൊടുക്കുക? ഏതാണ്? D എന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കോമ്പിനേഷൻ ആയിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? D എന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കോമ്പിനേഷനിൽ കൂടുതൽ റിസോഴ്സ് ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ടാണ്, ആരോഗ്യ മേഖലയിലേക്കാണ് ചെലവഴിക്കുന്നത്. ആ സമയത്ത് കുറച്ച് റിസോഴ്സ് മാത്രമാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നുള്ളൂ, അതായത് സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും,
ഇവിടെ ഞാൻ പറഞ്ഞു ഒരു രാജ്യം ചൂസ് ചെയ്യുന്നത് ഡി എന്ന കോമ്പിനേഷൻ ആയിരിക്കും. അവിടെയാണ് കൂടുതൽ റിസോഴ്സ് ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയും ഇ എന്ന കോമ്പിനേഷൻ നോക്കിക്കേ, അവിടെയല്ലേ കൂടുതൽ റിസോഴ്സ് ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതെന്ന് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം വരും. ശരിയാണ്, നിങ്ങളുടെ സംശയം ശരിയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ റിസോഴ്സ് ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന കോമ്പിനേഷൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഇ ആണ്. ശരിയാണ്. പക്ഷേ അവിടെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾ എടുത്തു നോക്കിക്കേ. ഇ എന്ന കോമ്പിനേഷനിൽ നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ് 9 ആണ്. എന്ന് വെച്ചാൽ ഇക്കണോമിയിലെ കംപ്ലീറ്റ് റിസോഴ്സും ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെലവഴിക്കുകയാണ്. അപ്പോൾ 9 ഹോസ്പിറ്റൽസ് ഉണ്ടാക്കാൻ സാധിക്കും. ആ സമയം നിങ്ങൾ നോക്കിക്കേ, സ്കൂളുകൾ ഉണ്ടാക്കാൻ കഴിയോ? സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് റിസോഴ്സ് സ്പെൻഡ് ചെയ്യാൻ കഴിയോ? ഇല്ല. എന്തുകൊണ്ടാ? എല്ലാ റിസോഴ്സും ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു റിസോഴ്സ് പോലും ഇല്ല, വിഭവങ്ങളൊന്നും ബാക്കിയില്ല. അപ്പോൾ സ്കൂളുകളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല, 0 ആയിരിക്കും. സ്കൂളുകളൊന്നും ഇല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ സാക്ഷരത ഉണ്ടാവോ? ലിറ്ററസി ആർക്കെങ്കിലും ഉണ്ടാവോ? ഇല്ല. ലിറ്ററസി കംപ്ലീറ്റ് ആവോ? ഇല്ല. അതുകൊണ്ടാണ് അതിന്റെ തൊട്ട് മുൻപുള്ള കോമ്പിനേഷൻ ഏതാ? ഡി എന്ന കോമ്പിനേഷൻ ആണ്. അതുകൊണ്ടാണ് ഡി എന്ന കോമ്പിനേഷനിലാണ് കൂടുതൽ റിസോഴ്സ് എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്? ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? പോയിന്റ് കൃത്യമായിട്ട് ഓർമ്മ വേണം. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഒരു രാജ്യത്ത് കംപ്ലീറ്റ് ലിറ്ററസി ഉണ്ടാവുന്നു എന്ന് കരുതുക, സമ്പൂർണ്ണ സാക്ഷരത ഉണ്ടായി എന്ന് കരുതുക. ആ സമയത്ത് ഇനി ഏത് കോമ്പിനേഷൻ ആയിരിക്കും ഒരു രാജ്യം മുൻഗണന നൽകുന്നത്? ഏതിനായിരിക്കും? പോയിന്റ് ഡി, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഡി ആണ്. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ബി സബ് ക്വസ്റ്റ്യനും ആൻസർ ചെയ്തു. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ സി എന്തായിരുന്നു? ആരോഗ്യ മേഖലയിലേക്കുള്ള വിഭവ വിനിയോഗത്തിന് ഏത് സംവിധാനമായിരിക്കും ഉപയോഗിക്കുന്നത്? പ്ലാനിംഗ് ആണോ അതോ മാർക്കറ്റ് ആണോ? ആസൂത്രണമാണോ അല്ലെങ്കിൽ കമ്പോളമാണോ എന്നാണ് ചോദ്യം. ഓക്കെ, ആൻസർ പ്ലാനിംഗ് ആണ്, ആസൂത്രണമാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓൺലി ദി ഗവൺമെന്റ് ക്യാൻ എൻഷുർ പബ്ലിക് സർവീസസ്. കാരണം സർക്കാരിന് മാത്രമാണ് അടിസ്ഥാന സൗകര്യ വികസനം കാര്യക്ഷമമായി നടപ്പിൽ വരുത്താൻ കഴിയുകയുള്ളൂ. ഓക്കെ, അതായത് ആരോഗ്യ മേഖലയിൽ കൃത്യമായിട്ട് വിഭവങ്ങൾ വിനിയോഗിക്കാൻ കഴിയുന്നത് സർക്കാരിനായിരിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റിനായിരിക്കും. അത് പ്രൈവറ്റ് മേഖലയേക്കാൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്നത് ഗവൺമെന്റിനായിരിക്കും. ഓക്കെ, അപ്പോൾ സി സബ് ക്വസ്റ്റ്യനും ആൻസർ ചെയ്തു. ഓക്കെ, ഇത്രയാണ് ഒന്നാമത്തെ 8 മാർക്കിനുള്ള ചോദ്യം. സിമ്പിൾ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, 8 മാർക്കിനുള്ള രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. പ്രിപ്പയർ എ സെമിനാർ പേപ്പർ ഓൺ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കണോമി. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു സെമിനാർ തയ്യാറാക്കുക. ഓക്കെ, സെമിനാർ ആയിട്ടാണ് പ്രസന്റ് ചെയ്യേണ്ടത്. ഈ ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന എസ്സേ ചോദ്യമാണ് ഇത്. 2 രീതികളിൽ ഇത് ചോദിക്കാം. എക്സ്പ്ലെയിൻ ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കണോമി, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കണോമി. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? മറ്റൊരു രീതിയിൽ എങ്ങനെ ചോദിക്കാം? ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന കേന്ദ്രീകൃത സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? 2 രീതിയിലും ചോദിക്കാം. 2ന്റെയും ഉത്തരം ഒന്ന് തന്നെയാണ്. ഓക്കെ, ഈ ഒരു ആൻസർ നിങ്ങൾ തുടങ്ങേണ്ടത് എങ്ങനെയാണ്? ബിക്കോസ് ഇതൊരു സെമിനാർ പ്രസന്റേഷൻ ആണ്. ഒരു ഓഡിയൻസിന്റെ മുന്നിലാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. അവരെ നിങ്ങൾ സല്യൂട്ടേഷൻ വിഷ് ചെയ്യണം. ഗുഡ് ഈവനിങ്, ഗുഡ് മോർണിംഗ് ഓർ ഗുഡ് ആഫ്റ്റർനൂൺ ഏതാണോ വിഷ് ചെയ്യണം. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ്. സ്റ്റാർട്ടിങ് അങ്ങനെ ആയിരിക്കണം. സല്യൂട്ടേഷൻ എന്നാണ് അതിന് പറയുക. പിന്നീട് നിങ്ങൾ ടോപ്പിക് പരിചയപ്പെടുത്തി കൊടുക്കണം. ദി ടോപ്പിക് ഓഫ് മൈ സെമിനാർ പേപ്പർ ഈസ്
സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കണോമി. ഇന്നത്തെ എൻ്റെ സെമിനാറിൻ്റെ വിഷയം ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ചാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് എഴുതേണ്ട കാര്യങ്ങൾ, അതിൽ ഉൾപ്പെടുത്തേണ്ട പോയിന്റുകൾ ഞാൻ പറയുന്നു. എന്താണ് സ്കേഴ്സിറ്റി, വിഭവ ദൗർലഭ്യം, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ദാറ്റ് ഈസ് ഏതൊരു സമ്പദ് വ്യവസ്ഥയും നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് വിഭവങ്ങളുടെ ദൗർലഭ്യം. എവറി ഇക്കണോമി ഫേസസ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. എന്താണ് സ്കേഴ്സിറ്റി എന്ന് എഴുതി വെക്കണം. എന്തായിരുന്നു? ഹ്യൂമൻ വാണ്ട്സ് എക്സീഡ്സ് ദി അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. ലഭ്യമായ വിഭവങ്ങളെക്കാൾ കൂടുതലാണ് മനുഷ്യന്റെ ആവശ്യങ്ങളെങ്കിൽ അത്തരം സാഹചര്യത്തിനെയാണ് വിഭവ ദൗർലഭ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു വിഭവ ദൗർലഭ്യം, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ഉള്ളതുകൊണ്ട് therefore there will be arise the problem of choice. ഈ ഒരു ദൗർലഭ്യ പ്രശ്നം ഉള്ളത് കൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് എന്ന പ്രശ്നത്തിലേക്ക് നയിക്കുന്നു. പറഞ്ഞത് ഓക്കെയാണല്ലോ. നെക്സ്റ്റ്, വാട്ട് ആർ ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കണോമി? ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏതെല്ലാമായിരുന്നു? There are 3 central problems faced by an economy. 3 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്നത്. What to produce and in what quantities. ഒന്നാമത്തെ പ്രശ്നം എന്തായിരുന്നു? എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം. രണ്ടാമത്തെ പ്രശ്നം എന്തായിരുന്നു? ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. തേർഡ് പ്രോബ്ലം എന്തായിരുന്നു? ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ദീസ് ആർ ദി 3 മേജർ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കണോമി. ഓക്കെ, ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, അറിയുന്ന കാര്യമാണ്. ഇനി നിങ്ങൾ ഇവിടെ പറയേണ്ട കാര്യം എന്താണ്? സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ് അറൈസസ് ഡ്യൂ ടു ഫോളോവിങ് റീസൺസ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള 3 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു ഇക്കണോമിയിൽ ഉടലെടുക്കാൻ കാരണം? 4 റീസൺസ്, 4 കാരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ അപരിമിതമാണ്. അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസണോ? റിസോഴ്സസ് ആർ ലിമിറ്റഡ്. എന്നാൽ വിഭവങ്ങൾ പരിമിതവും ആണ്. മൂന്നാമത്തെ റീസൺ എന്തായിരുന്നു? റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസേജസ്. വിഭവങ്ങൾക്കുള്ള ഒന്നിലധികം ഉപയോഗങ്ങൾ. അതായത് ദൗർലഭ്യ വിഭവങ്ങൾക്ക് വേറെയും ആവശ്യങ്ങളുണ്ട്. ഒരാവശ്യം മാത്രമാണോ ഉള്ളത്? അല്ല, ഒന്നിലധികം ആവശ്യങ്ങളുണ്ട്. നാലാമത്തെ റീസൺ എന്തായിരുന്നു? ഓൾ ദി നീഡ്സ് ആർ നോട്ട് ഈക്വലി ഇമ്പോർട്ടൻസ്. എല്ലാ ആവശ്യങ്ങളും തുല്യ പ്രാധാന്യമുള്ളവയല്ല. ശരിയാണല്ലോ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഒരേ പ്രയോറിറ്റി, ഒരേ ഇമ്പോർട്ടൻസ് ഉള്ളതല്ല. ചിലത് ഇമ്പോർട്ടൻസ് കൂടിയതായിരിക്കും, ചിലതോ ഇമ്പോർട്ടൻസ് കുറഞ്ഞതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് ഒരു ഇക്കണോമിയിൽ ഇത്തരത്തിലുള്ള അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, ഒന്നാമത്തെ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലം, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. ഇവിടെ എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഫസ്റ്റ് പോയിന്റ്, ദിസ് പ്രോബ്ലം ഈസ് റിലേറ്റഡ് ടു അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. വിഭവങ്ങളുടെ വിനിയോഗവുമായി അല്ലെങ്കിൽ വിഭവ വിനിയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഒന്നാമത്തെ ഈ പ്രശ്നം. ഒന്നാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് 1 വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായിരുന്നു? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു റിസോഴ്സ് അലോക്കേഷൻ. ഒന്നാമത്തെ പ്രശ്നം എന്തുമായി ബന്ധപ്പെട്ടതാണ്? വിഭവ വിനിയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. രണ്ടാമത്തെ പോയിന്റ്സ് എന്തായിരുന്നു? അതായത് ഇവിടെ 3 തരം സാധനങ്ങൾ. ദർ ആർ 3 ടൈപ്സ് ഓഫ് ഗുഡ്സ്. ലക്ഷറി ഗുഡ്സ്, ആഡംബര വസ്തുക്കൾ. നെസസറി ഗുഡ്സ്, അടിസ്ഥാന വസ്തുക്കൾ. ഡിഫൻസ് ഗുഡ്സ്, ദേശരക്ഷാ വസ്തുക്കൾ. ഈ 3 വസ്തുക്കളിൽ ഏത് വസ്തുവാണോ അല്ലെങ്കിൽ ഏത് ഗുഡാണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അത് തീരുമാനിക്കണം. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? ക്ലിയർ ആണല്ലോ? ഇത്രയും പോയിന്റ്സ് അതിൽ ഉണ്ടായിരിക്കണം.
ഇനി ഒന്നാമത്തെ പ്രോബ്ലം ഒരു ഇക്കണോമി സോൾവ് ചെയ്തു, പരിഹരിച്ചു. അപ്പോൾ വരുന്ന അടുത്ത രണ്ടാമത്തെ പ്രോബ്ലം എന്താണ്? ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഓക്കെ, ഇവിടെ നിങ്ങൾ 3 പോയിന്റ്സ് ആണ് പഠിച്ചു വെക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ദി പ്രോബ്ലം റിലേറ്റഡ് വിത്ത് ദി ചോയ്സ് ഓഫ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ഓർ ടെക്നോളജി യൂസസ്. സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രശ്നമാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം അല്ലെങ്കിൽ ഹൗ ടു പ്രൊഡ്യൂസ്. ഒന്നാമത്തെ പോയിന്റ് ഓക്കെ ആണോ? എന്തായിരുന്നു? ഇറ്റ് ഈസ് ദി പ്രോബ്ലം റിലേറ്റഡ് വിത്ത് ദി ചോയ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ഓർ ടെക്നോളജി യൂസ്. സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രശ്നമാണ് ഇത്. രണ്ടാമത്തെ പോയിന്റ് അതിൽ എഴുതേണ്ടത്, there are 2 types of techniques of production. 2 തരം ഉൽപാദന സാങ്കേതിക വിദ്യകളാണ് ഉള്ളത്. ഏതൊക്കെയായിരുന്നു? ലേബർ ഇന്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യയും ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, മൂലധന തീവ്ര സാങ്കേതിക വിദ്യയും. ഓക്കെ, രണ്ടും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത്രയും പോയിന്റ്സ് അതിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, 2 types of ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, ഈ 2 ഉൽപാദന സാങ്കേതിക വിദ്യകൾ എന്താണെന്ന് എഴുതി വെക്കണം. അത് എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം, വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സിൽ. ഞാൻ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. എന്തായിരുന്നു ലേബർ ഇന്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ? മോർ എമൗണ്ട് ഓഫ് ലേബർ ആൻഡ് ലെസ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ്. കൂടുതൽ തൊഴിലാളികളും കുറച്ച് മൂലധനവും ഉപയോഗിച്ചുള്ള ഉൽപാദന പ്രക്രിയയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യ. ഓക്കെ, നെക്സ്റ്റ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, മൂലധന തീവ്ര സാങ്കേതിക വിദ്യ എന്തായിരുന്നു? മോർ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലെസ് എമൗണ്ട് ഓഫ് ലേബർ യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ്. കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിലാളികളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപാദന പ്രക്രിയയാണ് മൂലധന തീവ്ര സാങ്കേതിക വിദ്യ. ഇത്രയും പോയിന്റ്സ് ആണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലം, മൂന്നാമത്തെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നം എന്തായിരുന്നു? ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇവിടെ 3 പോയിന്റ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഫസ്റ്റ്, ഇറ്റ് ഈസ് ദി പ്രോബ്ലം റിലേറ്റഡ് വിത്ത് ഡിസ്ട്രിബ്യൂഷൻ, വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇത്. ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് മീൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് ഓർ നാഷണൽ ഇൻകം എമംഗ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പന്നം അല്ലെങ്കിൽ ദേശീയ വരുമാനത്തെ വിവിധ ഉൽപാദന ഘടകങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഉൽപാദന ഉപാധികൾക്കിടയിൽ വിതരണം ചെയ്യുന്നതാണ് ഈ ഒരു പ്രശ്നം. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ. ഇത് പ്രവർത്തനപരമായ വിതരണം എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ആൻസേഴ്സ് ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ഇത്രയും പോയിന്റ്സ് അതിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നോട്ട്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ നിങ്ങൾക്ക് കഴിയണം. 8 മാർക്കിനുള്ള ചോദ്യമാണ്. പോയിന്റ്സ് മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് മുഴുവനായിട്ട് സ്കോർ ചെയ്യാൻ പറ്റില്ല. ആ പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എക്സ്പാൻഡ് ചെയ്ത് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതിയ ശേഷം അവസാനം നിങ്ങൾ കൊടുക്കേണ്ട കാര്യം എന്താണ്? കൺക്ലൂഷൻ. നിങ്ങളുടെ സെമിനാർ അവസാനിപ്പിക്കുകയാണ്. ഓഡിയൻസിന് മുന്നിൽ നിങ്ങൾ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനു വേണ്ടിയിട്ട് ഒരു കൺക്ലൂഷൻ, ഒരു ഉപസംഹാരം നിങ്ങൾ കൊടുത്തിരിക്കണം. ദാറ്റ് ഈസ്, thus it can be concluded that every economic systems faces 3 basic problems. Full stop. The solution to these economic problems depends upon the nature of the economic system. ഏതൊരു സമ്പദ് വ്യവസ്ഥയ്ക്കും അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഉണ്ട്. ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഓരോ തരം സമ്പദ് വ്യവസ്ഥകളും വ്യത്യസ്ത രീതിയിലാണ്. ഫുൾ സ്റ്റോപ്പ്.
അതെങ്ങനെ തരണം ചെയ്യുന്നു എന്നത് സമ്പദ് വ്യവസ്ഥയുടെ സ്വഭാവ സവിശേഷതയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതായത് ഈ 3 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും ഓരോ സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് ഇക്കണോമി, ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി, മിക്സഡ് ഇക്കണോമി, ഈ 3 സമ്പദ് വ്യവസ്ഥയിലും പരിഹാരം കണ്ടുപിടിക്കുന്നത് വ്യത്യസ്ത രീതികളിലാണ്. നമുക്കത് അറിയുന്ന കാര്യം കൂടെ ആണ്. ഓക്കെ, ഇത്രയുമാണ് ഉൾപ്പെടുത്തേണ്ടത് ഈ ഒരു ചോദ്യത്തിൽ. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇതോടെ 8 മാർക്കിനുള്ള ചോദ്യോത്തരങ്ങൾ മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് അതെല്ലാം തീർക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.